കഴിഞ്ഞ 10 വർഷമായി ഒരു ലോക്സഭാംഗം പോലും ഇല്ലാത്ത കോൺഗ്രസിന് ഇത്തവണ രാജസ്ഥാനിൽ പ്രതീക്ഷയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും വോട്ട് ശതമാനത്തിലെ മികച്ച പ്രകടനവും ചെറുകക്ഷികളുമായുള്ള കൂട്ടുകെട്ടും തുണയാകുമെന്നാണ് പ്രതീക്ഷ. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തുടർച്ചയായ 2 തോൽവികളുടെ ക്ഷീണത്തിലാണ് കോൺഗ്രസ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംപൂജ്യരായപ്പോൾ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെടുകയും ചെയ്തു. തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അല്പം കരുതലോടെയാണ് ഇത്തവണ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയത്. ലോക് താന്ത്രിക് പാർട്ടിയെയും ഇടതുപക്ഷത്തെയും കൂടെ കൂട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വ്യത്യാസം 1.5% കുറവ് മാത്രമാണ് എന്നുള്ളതും കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്നു. പക്ഷെ പുതിയ ഏരിയാസ് കോൺഗ്രസിന് കിട്ടുന്നുണ്ട്. അതായത് കഴിഞ്ഞ സാറാണ്ടനോട് പറഞ്ഞു ജോധ്പൂർ ഒരു രക്ഷയില്ലാത്ത സീറ്റായിട്ടാണ് കരുതിയിരുന്നത്. പക്ഷെ അവിടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറയുന്നു. ബാഡ്മീർ അവിടെ പോസിബിലിറ്റി അതായത് തേർഡ് കാൻഡിഡേറ്റ് വന്നു. ഒരു BJP റിബൽ പോലെയുള്ള ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് വന്നു. അങ്ങനെ പുതിയ സാധ്യതകൾ ഉണ്ടായി വരുന്നുണ്ട്. സീറ്റ് നിലനിർത്തുക എന്നത് BJPക്ക് വെല്ലുവിളിയാണ്. മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാതിരുന്ന വസുന്ധര രാജ സിന്ധ്യ ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുകയാണ്. മന്ത്രിസഭയിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാത്ത ഗുജ്ജർ സമുദായവും പിണക്കത്തിലാണ്. ചുരുവിലെ സിറ്റിംഗ് MP-യായ രാഹുൽ കസ്വാൻ കോൺഗ്രസിലേക്ക് പോയതും വെല്ലുവിളിയാണ്. രാജസ്ഥാനിൽ നിന്ന് കോൺഗ്രസിനെ പറപ്പിക്കുമെന്ന് BJPയും, എന്നാൽ BJPയുടെ ചിറകരിയുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ ലോക്സഭയിലേക്ക് പറക്കാൻ ഇരുകൂട്ടർക്കും അത്യധ്വാനം ചെയ്യേണ്ടി വരും. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം ജയ്പൂരിൽ നിന്ന് മുഹമ്മദ് നൌഫൽ, മീഡിയ 1.